ലോകമെന്ന് ഒരു പറഞ്ഞ കല നിറഞ്ഞ അറിവിനെ നീ അറിയുക, പറയുക, പോരാടുക, ചിന്ത ചീന്തി മൂർച്ചയേക്ക് തിന്മയെ തകർക്കുക നീ. ലോകമേ നിങ്ങളൊന്നിങ്ങ് ശ്രദ്ധിക്ക്, നിങ്ങ നമ്മ എല്ലാരും ഒന്നിക്ക്. ബീഡിയല്ല പ്രശ്നം, ഇവിടെ നീതി വേണം, ജോലി വേണം. ബീഡിയല്ല പ്രശ്നം, ഇവിടെ നീതി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ പൊസിഷൻ എടുത്തിട്ടുണ്ട്. രാവിലെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഹൈനെ ബ്രേക്ക് ചെയ്ത് കുറച്ച് ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ട്രാപ്പ് പോലെ. അപ്പോൾ ആ ടൈമിൽ ഈ നിഫ്റ്റി നല്ലോണം താഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു റീട്രേസ്മെൻറ്റിൽ ഇവിടുന്ന് ഈ റീട്രേസ്മെൻറ്റ് വന്ന് ഈ ഒരു ലെവലിലൊക്കെ എത്തിയപ്പോൾ നിഫ്റ്റിയിലും സെയിം ടൈമിൽ ബാങ്ക് നിഫ്റ്റിയിൽ അത്ര കണ്ട് റീട്രേസ്മെൻറ്റ് വന്നില്ല, ഇവിടെ എൻ്റർ ചെയ്തു. അപ്പോൾ കുറച്ച് താഴത്തേക്ക് പോയി ഒരു 3K 4K ഒക്കെ പ്രോഫിറ്റ് കാണിച്ചിരുന്നു. പിന്നെ അത് മുകളിലേക്ക് പോയി. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ SL അത് അടിച്ചു, നിഫ്റ്റിയിൽ SL അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ പോയിട്ട് മുകളിലേക്ക് ഇവിടെ പിന്നെയും ബയേഴ്സിനെ കുറച്ചും കൂടി ട്രാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ പിന്നെ ഒരു എൻ്റർ ചെയ്തു. ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എൻ്റർ ചെയ്തത്. അപ്പോൾ രണ്ടിലും ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യത്തെ SL കഴിഞ്ഞിട്ടൊരു ചെറിയൊരു ഇതുണ്ട്, ലോസ് ഉണ്ട്. നിഫ്റ്റിയിൽ ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇതിൽ കൺസോളിഡേഷൻ കുറച്ച് കൂടുതലാണോ എന്നൊരു സംശയം. കുറേ നേരം കൺസോളിഡേറ്റ് ചെയ്യില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ എൻ്റെ SL എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിൽ 10 പോയിൻ്റുള്ള ഞാൻ ജസ്റ്റ് 5 പോയിൻ്റ് ആയി. അഥവാ പവറിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ താഴത്തെ ആൾക്കാർ SL ക്ലിയർ ചെയ്യാൻ വേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് ആവേണ്ടി വരും. അപ്പോൾ വെറും 5 പോയിൻ്റ് SL വെച്ചിട്ടുള്ളൂ. ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ 25 പോയിൻ്റ് SL ഉള്ളത് ഇപ്പോൾ ജസ്റ്റ് ഒരു 10 പോയിൻ്റ് ആക്കി മാറ്റിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നല്ലൊരു കൺസോളിഡേഷൻ ആയില്ലേ. ഇനിയിപ്പോൾ ചിലപ്പോൾ ഈ മുകളിലത്തെ ആൾക്കാർ SL ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഒരു സ്പൈക്ക് തന്നതിൻ്റെ ശേഷം താഴത്തേക്ക് പോകും. അപ്പോൾ വല്ലാതെ ലോസ് ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നമ്മുടെ SL ഒന്ന് ടൈറ്റ് ആക്കിയത്. ഓക്കെ, സോ കുറച്ച് നേരം ഇവിടെ കൺസോളിഡേറ്റ് ചെയ്തതിൻ്റെ ശേഷം ഇത് താഴത്തേക്ക് വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഹോൾഡ് ചെയ്യണതിൽ വലിയൊരു ഇത് തോന്നുന്നില്ല. കാരണം പോകുന്നുണ്ട് സാധനം പോകുന്നത്. ഞാൻ എന്തായാലും എക്സിറ്റ് ചെയ്തു. ഇത് കണ്ടോ, ഇതിൽ വോളിയം ഭയങ്കര കുറവാണ്. കോൺട്രാക്റ്റ് ഇവിടെയൊക്കെ 10, 30, 40 ഒക്കെ വരലുള്ളത് ഇപ്പോൾ വെറും 7, 6, 4 ഒക്കെയാണ്. സെയിം നിഫ്റ്റിയിലും അതുപോലെ തന്നെ. നിഫ്റ്റിയിൽ സാധാരണ അതിലും കൂടുതൽ ഉണ്ടാകലുണ്ട്. ക്രോറിലൊക്കെ വരല്. ഇതിലിപ്പോൾ 40, 30, 39 ഒക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് പ്രോഫിറ്റിൽ കയറിയപ്പോൾ തന്നെ ഞാനത് എക്സിറ്റ് ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ എന്താവുന്നത് നോക്കാം. ഞാൻ ഓൾറെഡി എക്സിറ്റ് ചെയ്തു. നിഫ്റ്റിയിൽ 2 SL ഉണ്ടായിരുന്നു, കവർ ചെയ്തു. ബാങ്ക് നിഫ്റ്റിയിൽ 2 SL ഉണ്ടായിരുന്നൊക്കെ കവർ ചെയ്തു. നിഫ്റ്റിയിൽ ഒരു 2300 ഓവറോൾ ഒരു 2000 പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഞാനിവിടെ നിർത്തുകയാണ്. ഇന്ന് വോളിയം ഭയങ്കര കുറവാണ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ അല്ല, അപ്പോൾ ഇന്ന് വോളിയം ഭയങ്കര കുറവാണ്. വെറുതെ ഈ വോളിയം ഇല്ലാത്ത മാർക്കറ്റിൽ വന്നിട്ട് ടാർഗറ്റൊക്കെ ഏകദേശം അച്ചീവ് ആയിക്കണ്. കുറച്ച് ഈ ഒരു സ്പൈക്കിൽ കുറച്ചും കൂടി താഴോട്ട് വന്നു തന്നെ ഉള്ളൂ. ഈ ക്യാൻഡിലാണ് ഞാൻ എക്സിറ്റ് ആയത്. അതിൻ്റെ ശേഷം ഇപ്പോൾ അത് പോകുന്നുണ്ട്. കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ GG ബോയ്സ്.